Meet Anne Newman, founder of Flames and Taste of Home. Renowned for her pioneer culinary skills, she mastered the art of cooking using the sense of smell. With practice, she finally achieved the right spice blend. ഞാൻ കൊച്ചിലെ മുതലേ കുക്കിങ്ങിൽ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്ന ഒരു ആളാണ്. ലൈക്ക് വെൻ ഐ വാസ് ഇൻ മേ ബി 5th or 6th ഓൾസോ, വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ ബാക്കി സിബ്ലിങ്സ് എല്ലാവരും, ബാക്കി ചേട്ടത്തി അനിയത്തി എല്ലാവരും കളിച്ചുകൊണ്ട് നടക്കുമ്പം ഞാൻ എന്താ ചെയ്യുന്നത്, അമ്മ എവിടാണോ അവിടെ ആയിരുന്നു എൻ്റെ ടൈം പാസ്. എന്തുകൊണ്ട് അമ്മ എന്താണോ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, ഇതൊക്കെയായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. അന്ന് ആ പ്രായത്തിൽ എനിക്ക് ഒരുപാടൊന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിലും ഇതെല്ലാം നോക്കിക്കണ്ട്, പിന്നെ എന്നെക്കൊണ്ട് ആ ഏജിൽ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ വളരെ സിമ്പിളായിട്ട് അമ്മയുടെ കൂടെ നിന്ന് പഠിച്ചെടുത്തു. അപ്പം ചെറിയ കാര്യങ്ങൾ, ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു ആട്ട അളന്ന് പാത്രത്തിലോട്ട് ഇടുന്ന ആയിരിക്കാം. ഇങ്ങനെ സിമ്പിൾ തിങ്സ് ദാറ്റ് എ 10 year or 12 year ക്യാൻ ഡു. അതായിരുന്നു എൻ്റെ തുടക്കം ഈ ഫീൽഡിലേക്ക് വരാൻ. അന്നിതൊരു സീരിയസ് ആകും, അല്ലെ ഒരു ബിസിനസ്സാക്കി മാറ്റും, അല്ലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യും, അതൊന്നും എൻ്റെ മനസ്സിലില്ല. അന്ന് മൈ ഓൺലി ഇൻട്രസ്റ്റ് വാസ് ലേൺ ആസ് മച്ച് ആസ് പോസിബിൾ ഫ്രം മൈ മദർ. അമ്മ ഒരു എക്സലൻറ്റ് കുക്കായിരുന്നു. ഷീ യൂസ് ടു ഡു വണ്ടർഫുൾ ഡിഷസ്. അതും വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതെനിക്കൊരു സ്ട്രെയിനായിട്ട് അമ്മ എടുക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, അമ്മയുടെ കൂടെ നിന്ന് ഇതെല്ലാം അമ്മയുടെ ഈ നാക്ക് മുഴുവൻ പഠിച്ചെടുക്കുമായിരുന്നെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അന്നത് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിലും ടുഡേ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി സംതിങ് ഐ പിക്ഡ് അപ്പ് ഫ്രം ഹർ. കുറേ നാൾ അത് ചെയ്ത് പിന്നീട് കല്യാണം കഴിച്ച് വെളിയിലൊക്കെ പോയി കഴിഞ്ഞപ്പം സ്വന്തം ഫാമിലിയായി കുക്കിംഗ് ചെയ്തേ പറ്റൂ. പിന്നെ ജോലിക്കിടയിൽ കുക്കിംഗ് ചെയ്യണം. ഐ വാസ് എ വർക്കിംഗ് ലേഡി, ഒരു സ്കൂളിൽ റിട്ടയർഡ് വൈസ് പ്രിൻസിപ്പളാണ് ഞാൻ. അപ്പോൾ ആ ജോലിക്കിടയിൽ പിള്ളേരുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, എല്ലാവരുടെയും ടിഫിന്, എല്ലാവരുടെയും ഭക്ഷണം, പിന്നെ ഗസ്റ്റിന് ഒരു കുറവുമില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇതിനെല്ലാം വെളിയിൽ നിന്ന് മേടിച്ച് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഹോട്ടലിൽ നിന്ന് മേടിച്ച് കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഹോട്ടലിൽ പോയി കഴിച്ചുകൂടെ. എന്തെങ്കിലും കുറവാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. വരുന്നവർക്കും കൊടുക്കുന്ന എനിക്കും അതൊരു സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫുൾ ഓൺ കുക്കിംഗ് തുടങ്ങിയത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ്. തുടങ്ങി ഇത് കുറേ കാലം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരുടെ കോംപ്ലിമെൻറ്റ്സ്, ആൾക്കാർ എങ്ങനെ അതിനെ ഇഷ്ടപ്പെടുന്നു, വരുന്നവർക്കെല്ലാം വീണ്ടും റിപ്പീറ്റ് റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ വരുമ്പോൾ ഇന്നതേ ഉണ്ടാക്കൂ, അല്ലെങ്കിൽ മറ്റേത് ഉണ്ടാക്കണം, ഇങ്ങനെ റിക്വസ്റ്റ് വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ അതൊരു എൻകറേജ്മെൻറ്റായി. ഈ എൻകറേജ്മെൻറ്റിനെ കണ്ടിന്യൂ ചെയ്തു, ഇമ്പ്രൂവ് ചെയ്തു. ചിലതൊക്കെ ഒബ്വിയസ്ലി ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിനു മുന്നേ അമ്മ ചെയ്യുന്ന കണ്ടിട്ടേ ഉള്ളൂ, ചെയ്തിട്ടില്ല. അപ്പോൾ അവിടാണ് എൻ്റെ ആക്ച്വൽ ടാലൻസ്. I started bringing up my talents because I wanted to do something which is good, which everybody likes. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഡിഷും ഇൻട്രസ്റ്റിംഗ്ലി വളരെ ഇൻട്രസ്റ്റ് എടുത്ത് തന്നെ പുതിയ പുതിയ ഡിഷുകൾ ട്രൈ ചെയ്യുന്നു, അതിനെ എങ്ങനെ വിളമ്പണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചുമ്മാ ഒരു കറി എടുത്ത് ടേബിളിൽ വെക്കുന്നതിന് പകരം അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതിനൊരു നല്ലൊരു പ്രസൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന ആൾക്ക് രുചിയില്ലേലും ഇഷ്ടപ്പെടും. അറ്റ്ലീസ്റ്റ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം പ്രസൻറ്റേഷൻ മാറ്റേഴ്സ് അലോട്ട്. നമ്മളിപ്പോൾ ഈ വലിയ ഹോട്ടൽസിൽ പോയി കഴിക്കുമ്പോൾ എന്താണ് നമുക്ക് ഇൻട്രസ്റ്റ്, അവിടെ നമ്മൾ 100 രൂപയുടെ സാധനം നമ്മൾ 500 കൊടുത്തും കഴിക്കും, ഓൺലി ഫോർ ദി ആംബിയൻസ്. സോ ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഇഫ് ഐ സെർവ് എ ഡിന്നർ ഓർ ലഞ്ച് ഇൻ ആംബിയൻസ്, ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. നമ്മൾ ആ ഗസ്റ്റിനെ അത്രത്തോളം നമ്മൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നു. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് വേ ഓഫ് ഗെറ്റിംഗ് ഇൻ ടു കുക്കിംഗ്. 2005 ശരിക്കും ഫ്ലെയിംസ്, എൻ്റെ ബ്രാൻഡ് നെയിം ഫ്ലെയിംസ് ആൻഡ് ടേസ്റ്റ് ഓഫ് ഹോം. ആസ് യു നോ മൈ നെയിം ഇസ് ആൻ. അപ്പോൾ ആൻ എന്നുള്ളൊരു ഇതും കൂടെ അതിൽ വരുന്നു. കാരണം അത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റാണ് ഞാൻ എല്ലാവർക്കും ഇപ്പം പകർത്തി കൊടുക്കുന്നത്. നേരത്തെ ഞാൻ തുടങ്ങിയപ്പം ആൻസ് ടേസ്റ്റ് ഓഫ് ഹോം എന്നേ ഞാൻ ഇട്ടുള്ളൂ. അപ്പോൾ എൻ്റെ സിസ്റ്റർ തിരുവല്ലക്കാരി ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു അതേ പേരിൽ, ഓൾമോസ്റ്റ് ആ പേരിൽ ഒരെണ്ണം തിരുവല്ലയിലുണ്ട് ഒരു ബ്രാൻഡ്, ഒത്തിരി വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതേ പേരിട്ട് ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ഐ എം പിഗി റൈഡിങ് ഓൺ ദ ബാക്ക്.
അവരുടെ ഒരു ഫേമസ് പേര് വെച്ചിട്ട് ഞാനിവിടെ ബിസിനസ് എടുക്കാൻ നോക്കുവാണെന്ന്. അപ്പോൾ പിന്നെ അത് മാറ്റണം. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു കുക്കിങ്ങുമായിട്ട് സംബന്ധിച്ചായതുകൊണ്ട് ഫ്ലെയിംസ് ഇട്ട് കഴിഞ്ഞാൽ, ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ തീയാണ്, തീ വെച്ചിട്ടേ നമുക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റൂ. സോ അങ്ങനൊരു തോട്ട് പ്രോസസ്സിലാണ് ഞാൻ ഫ്ലെയിംസ് എന്നിട്ട്. പക്ഷേ ഫ്ലെയിംസ് മാത്രം പോരാ, എനിക്ക് എൻ്റെ വീട്ടിലെ രുചിയാണെന്നുള്ളതും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ ഐ പുട്ട് ഇറ്റ് ഫ്ലെയിംസ് ആൻഡ് ടേസ്റ്റ് ഓഫ് ഹോം. അങ്ങനെയാണ് ഈ ഫ്ലെയിംസ് എന്നുള്ള പേര് വരുന്നത്. 2005 ഞാനിത് തുടങ്ങിയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അന്ന് എൻ്റെ മോൾ ഇവിടെ പഠിക്കുമായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇത് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് എല്ലാം ലൈവ് കുക്കിങ്ങായിട്ടും ചെയ്യുമായിരുന്നു. കൂടുതലും കേറ്ററിങ്ങും. ഞങ്ങൾക്കൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ഐ വോണ്ട് ടു ബി ആക്റ്റീവ്. മോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനൊന്നുമില്ല. സോ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു 3 വർഷം നടത്തി കഴിഞ്ഞപ്പം എനിക്ക് ചിക്കൻ ഗുനിയായി. പിന്നെ ഒരു 4-5 മാസം ഒന്നുമേ ചെയ്യാൻ പറ്റത്തില്ല, അനങ്ങാൻ മേലാത്ത സിറ്റുവേഷനായിരുന്നു. എന്നിട്ടും ഞാൻ 5 മാസം വാടക കൊടുത്ത് റെസ്റ്റോറൻറ്റ് ഇട്ടിരുന്നു, ഹോപ്പിംഗ് ഐ ക്യാൻ സ്റ്റാർട്ട് അഗെയിൻ. പക്ഷേ 1.5 വർഷം ഐ സഫേർഡ് ആൻഡ് ഐ ഹാഡ് ടു ക്ലോസ് ഡൗൺ ദ ബിസിനസ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. പക്ഷേ അത് ക്ലോസ് ഡൗൺ ചെയ്തെന്നും പറഞ്ഞ് ഞാനങ്ങ് തീരുമാനിച്ചില്ല, ദിസ് ഇസ് ദി എൻഡ് ഓഫ് ഫ്ലെയിംസ്. നോ, ഫ്ലെയിമല്ലേ, തീയല്ലേ, ഒരിച്ചിരി പൊരി അവിടെ കിടന്നാൽ അത് എന്തേലും ആളി കത്തുമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഏതായാലും 2019 വാസ് അഗെയിൻ എ ബ്ലെസ്സിങ് ഫോർ മീ. ഐ ഹാവ് സ്റ്റാർട്ടഡ് ഫ്ലെയിംസ്. ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എന്ന് പറഞ്ഞ പോലെ പഴയ ഫ്ലെയിംസ് ഒരു പുതിയ രൂപത്തിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വൺസ് അഗെയിൻ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് വിത്ത് കേറ്ററിങ്. പക്ഷേ കേറ്ററിങ് ചെയ്തിട്ടും എനിക്ക് വലിയൊരു ഹാപ്പിനെസ് ഇല്ലായിരുന്നു. ബിക്കോസ് നൗ ഐ എം ഓൾഡ്, ഐ എം എ സീനിയർ സിറ്റിസൺ. ഞാനൊരു കേറ്ററിങ് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും? നോട്ട് പ്രാക്ടിക്കൽ. പിന്നെ എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്, ദാറ്റ് കംസ് വിത്ത് ഓൾഡ് ഏജ്. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കേറ്ററിങ് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ആൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. പിന്നെ നമ്മുടെ ആ കൈപുണ്യം വേറൊരാൾക്ക് കിട്ടണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ എൻ്റെ മസാലാസ്, ഞാൻ ഇത്രയും വർഷം ഉണ്ടാക്കിയിട്ടുള്ള കറികളുടെ മസാല, അതൊരു പ്രൊഫഷണൽ രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യണം. അവിടാണ് പുതിയ ഫ്ലെയിംസിൻ്റെ ഇമ്പോർട്ടൻസ്. Flames and Taste of Home has been standing for the past 6 years with uncompromising quality food products for awakening your taste buds. ഫ്ലെയിംസ് നമ്മൾ കേറ്ററിങ് ചെയ്തു, സക്സസ്ഫുള്ളായി, കോംപ്ലിമെൻറ്റ്സ് കിട്ടി. പക്ഷേ ദാറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫൈയിങ് മീ. ഐ വാണ്ടഡ് ടു ഗിവ് സംതിങ് ടു ദ സൊസൈറ്റി വിച്ച് വിൽ ബി ലോങ് ലാസ്റ്റിംഗ്. അപ്പോൾ ഈ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രം മൈ കിച്ചൺ? അത് ആലോചിച്ചപ്പോഴാണ് ഞാൻ മസാലാസിലേക്ക് ഇറങ്ങിയത്. ഒരു ചെറിയ ബിസിനസ്, ഒരു ആക്ടിവിറ്റി, പക്ഷേ മോർ ദാൻ ദാറ്റ് സൊസൈറ്റിക്ക് ഇതെങ്ങനെ ബെനിഫിറ്റ് ആവും? ഇന്നത്തെ കാലത്ത് പിള്ളേർ ജോലിക്ക് പോകുന്നു, തിരിച്ച് രാത്രി ലേറ്റ് നൈറ്റ് ദി കം ബാക്ക്. ഇത് കഴിഞ്ഞ് പിള്ളേർക്ക് ആർക്കുമേ എനർജി ഇല്ല ഒരു കറി പോലും ഉണ്ടാക്കി വീട്ടിൽ കഴിക്കാൻ. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരെല്ലാം ഫാസ്റ്റ് ഫുഡിലേക്ക് മൂവ് ചെയ്യുക. എനിവേ, താങ്ക്സ് ടു സ്വിഗ്ഗി, സൊമാറ്റോ, ഇതെല്ലാം അതുവഴി പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആരും ഒന്നും വീട്ടിലുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. മേ ബി ഐ എം റോങ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഒരു 90% ഓഫ് ദി ചിൽഡ്രൻ അല്ല ദാറ്റ്. പിന്നെ ഒത്തിരിയും പിള്ളേർക്ക് ഈ പഠിത്തത്തിൻ്റെയും ജോലിയുടെയും തിരക്കില്ല, അവർക്ക് കുക്കിംഗ് പോലും ശരിക്കും ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വെച്ച് പിള്ളേരെങ്ങനെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കും? അന്നേരമാണ് ഈ മസാലാസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മസാലയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിസർവേറ്റീവ് ഫ്രീ, അപ്പം പെർഫെക്റ്റ്ലി ഗുഡ് ഫോർ ദ ഹെൽത്ത്. സെക്കൻഡ്ലി, ഇറ്റ് ഈസ് എ 1 കണ്ടെയ്നർ മസാല ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു കുക്ക്. ഈ 1 കണ്ടെയ്നർ മസാല എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് സാധാരണ ഒരു ചിക്കൻ കറി വെക്കണമെന്ന് വെച്ചോ, 8 കൂട്ടമെങ്കിലും ഇൻഗ്രീഡിയൻസ് നമ്മൾ കറക്റ്റ് റേഷ്യോയിൽ എടുത്താൽ മാത്രമേ ആ കറി റെഡി ആവത്തുള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിൽ വന്ന് ഡബ്ബ തുറക്കുമ്പം പട്ടയില്ല, ഗ്രാമ്പുമില്ല, ഏലക്കയില്ല, പല കാര്യങ്ങൾ അങ്ങനെ കാണത്തില്ല. അപ്പോൾ ആ കറി എങ്ങനെ ഇരിക്കും? ഇനി നമുക്ക് നന്നായിട്ട് കുക്കിംഗ് അറിയാമെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് കറി. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്തുവാ, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് റേഷ്യോസിലെടുത്തിട്ട് അതിനെ ഒന്നിച്ച് പൊടിച്ച് ഒരു പാക്കറ്റ് ആക്കുക. സോ ഇറ്റ്സ് 1 കണ്ടെയ്നർ. അപ്പോൾ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ ആകെ കൂടെ ഈ കണ്ടെയ്നറിൽ നിന്ന് 1 സ്പൂൺ അല്ലെ 4 സ്പൂൺ, അത് നമ്മളൊരു കണക്ക്, നമ്മളൊരു റെസിപ്പി കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്.
അപ്പോൾ ഈ ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കറി റെഡിയാണ്. ഓൺലി ദ വെറ്റ് ഇൻഗ്രീഡിയൻസ് ദേ ഹാവ് ടു ആഡ് ലൈക്ക് അനിയൻസ്, ജിഞ്ചർ, ഗാർലിക്, ടൊമാറ്റോ ഇതൊക്കെ ഇടണം. അല്ലാതെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുമേ അവർക്ക് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മല്ലി, മുളക്, മഞ്ഞൾ ഇതെല്ലാം കടയിൽ നിന്ന് ഹോൾ പീസസ് മേടിച്ചിട്ട് കഴുകി വെയിലത്തുണക്കി പൊടിച്ചാണ് ഞങ്ങൾ ഈ മസാല കൂട്ടുണ്ടാക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ഹെൽത്തി വേ ഓഫ് ഡൂയിങ്. നമ്മൾ സാധാരണ മേടിക്കുന്ന മസാലകൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് ഇസ് നോട്ട് സോ ഇൻട്രിക്കറ്റ്ലി ടേക്കൺ കെയർ ഓഫ് ബിക്കോസ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ മാസ് ക്വാണ്ടിറ്റി. നമ്മൾ മാസ്സായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കിച്ചണിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ചെയ്യുന്ന അതേ സ്റ്റൈലിലാണ് മാർക്കറ്റിലേക്കും ഇത് കൊടുത്തുവിടുന്നത്. മാർക്കറ്റിൽ കൊടുക്കുന്നതെന്ന് പറയുമ്പം നമ്മൾ ഒരു കടയിലും കൊടുക്കുന്നില്ല. ബിക്കോസ് ഇതിന് സർട്ടൻ ക്രൈറ്റീരിയസ് ഉണ്ട്. പ്രിസർവേറ്റീവ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ വളരെ സൂക്ഷിച്ച് വീട്ടിൽ വെക്കുന്ന, നമ്മുടെ വീട്ടിൽ വെക്കുന്ന പോലെ തന്നെ നമ്മൾ കസ്റ്റമറുടെ കയ്യിലും എത്തിക്കണം. സോ വാട്ട് ഹാപ്പൻസ്, ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് അത് നേരെ അവരുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. സോ വി ഇൻസിസ്റ്റ് ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും ചുമ്മാ തുറന്ന് ഒരു ലൂസ് പാക്കറ്റായിട്ട് അവിടെ ഇടാതെ ഒരു ബോട്ടിലിലിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം പ്രിസർവേറ്റീവ്സ് ഇല്ല. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ്, അത് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സ്ഥലം കുറവായിരിക്കും. ബട്ട് വി നോ വി ആർ ഗിവിങ് ദ ബെസ്റ്റ്, യു നോ യു ആർ ബൈയിങ് ദ ബെസ്റ്റ്. അതാണ് ഇറ്റ് ഈസ് വാല്യൂ ഫോർ മണി. അതാണ് ഞങ്ങളുടെ പ്രോസസ് ഓഫ് സപ്ലൈയിങ് ടു ദ മാർക്കറ്റ്. ഒറ്റ കടയിലും കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് വാട്സപ്പിൽ കൂടെ ഓർഡർ എടുക്കാം, ഫോണിൽ കൂടെയും എടുക്കാറുണ്ട്, വെബ്സൈറ്റിൽ പോകാൻ അറിയാൻ മേലാത്തവർക്ക്. സോ വിച്ച് എവർ വേ വി ട്രൈ ടു റീച്ച് ദ മാർക്കറ്റ്. ഇത് മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 3, 4 ചിലപ്പോൾ 5 ദിവസവും എടുക്കും കസ്റ്റമറുടെ അടുത്ത് ഇത് എത്തിക്കാൻ. കാരണം ഓർഡർ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പം ഇതിനാ ഒരു ടൈം നമുക്ക് വേണം, ഉണ്ടാക്കാനുള്ളൊരു ടൈം. കാരണം ഒരു കസ്റ്റമറിൻ്റെ ഓർഡർ വരുമ്പോൾ അതിന് മുന്നേ ചിലപ്പോൾ 10 ഓർഡേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ 10 എണ്ണവും അയച്ചിട്ട് ഈ 11ാമത്തത് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു ദർ ഇസ് എ ഡ്രോബാക്ക് എന്ന് വേണേ പറയാം. ബട്ട് വി ഡു നോട്ട് വോണ്ട് ടു ഗോ ഇൻ ടു എ ബിഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് ബിക്കോസ് അപ്പം ഞങ്ങളുടെ ഈ പറയുന്ന ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും മാറിക്കിട്ടും. ഞാൻ ഇത്രയും നേരം എൻ്റെ കാര്യവും ബിസിനസ് ഞാൻ എങ്ങനെ തുടങ്ങി എന്നുള്ളതേ പറഞ്ഞുള്ളൂ. ഇത് 2019 ഞാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 2020 ആയപ്പോൾ പാൻഡമിക്കായി. എൻ്റെ മകള് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയായിരുന്നു, കോർപ്പറേറ്റ് ഗേള്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു പാൻഡമിക്കിൽ. അപ്പോൾ ചുമ്മാ ഇരിക്കണ്ട അമ്മ, ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കയറി. ഇപ്പോൾ ഷീ ഈസ് മൈ ബിസിനസ് പാർട്ട്ണർ. ആൻഡ് പുള്ളിക്കാരി എന്നെ ഒരുപാട് ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ കണ്ടിന്യൂസ് ടു വർക്ക്. ഞങ്ങളിപ്പം പാർട്ട്നേഴ്സായിട്ട് തന്നെ, അമ്മയും മോളെന്നുള്ളത് ഒരു സൈഡിൽ കിടക്കുന്നു, പക്ഷേ കൂടുതലും ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ഷീ ഈസ് എ യങ് ജനറേഷൻ high-tech girl. I am old generation, I have my values, I have my talents. പക്ഷേ അവർക്കുള്ള ടാലൻറ്റ് എനിക്കില്ല. എനിക്ക് ഉള്ളത് എൻ്റെ എക്സ്പീരിയൻസും പുള്ളിക്കാരിക്ക് കാണത്തില്ല. സോ ടുഗെദർ ഐ തിങ്ക് വി മേക്ക് എ ഗുഡ് കോംബോ. കാരണം എല്ലാം ഒന്നും ഒരാളുടെ കയ്യിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഇംഗ്ലീഷിൽ പറയുന്നത് 2 heads are better than 1. പല കാര്യങ്ങളും ഞാൻ പറയുന്നത് പുള്ളിക്കാരി ചിലപ്പോൾ അഗ്രി ചെയ്യത്തില്ല, പുള്ളിക്കാരി പറയുന്നത് ഞാൻ അഗ്രി ചെയ്യത്തില്ല. അതെന്തുകൊണ്ടാണ്? 2 ജനറേഷൻസിൻ്റെ ഡിഫറൻസ് അവിടെ വരുന്നു. പക്ഷേ രണ്ടുപേരും കൂടി ഇരുന്ന് അത് സംസാരിച്ച് കഴിയുമ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം മസാല ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ കണ്ണളവ്, കൈ അളവ്, സ്പൂൺ അളവായിരുന്നു മസാലയ്ക്ക്. പക്ഷേ ആ ഒരു കണക്കിൽ എനിക്ക് എങ്ങനെ കൃത്യമായിട്ട് അടുത്ത പ്രാവശ്യവും സെയിം കോമ്പിനേഷനിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടാണ് പുള്ളിക്കാരിയുടെ നോളജ് കംസ് ഇൻ. സോ ഷീ സെഡ്, അമ്മ, in spoons and hand you cannot measure exactly, precisely. I will convert it into grams, into milligrams. അപ്പോഴേ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മസാല നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഷീ കെയിം ഇൻ ടു ദ പിക്ചർ. ഷീ സ്റ്റാർട്ടഡ്. ഞാൻ ഈ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടണം എന്ന് പറയുമ്പം പുള്ളിക്കാരി അത് മേടിക്കേണ്ടതെന്ന് മേടിച്ചിട്ട് പിന്നെ അത് വെയിങ് സ്കെയിലിലിട്ട് അതിൻ്റെ കൃത്യം അളവെടുത്ത് അങ്ങനെയാണ് പ്രൊപ്പോർഷൻസ് ഞങ്ങൾ കറക്റ്റ് ആക്കിയത്. അതൊരു 6 to 8 months എടുക്കും ഞങ്ങൾക്ക് ഒരു മസാല ഡെവലപ്പ് ചെയ്യാൻ. അതിൻ്റെ കാരണം തന്നെ ഇതിനെ നമ്മളിങ്ങനെ പല പ്രാവശ്യം കറി വെക്കണം. മസാല ഉണ്ടാക്കിയിട്ട് പല പ്രാവശ്യം ഉണ്ടാക്കി പലരെ കൊണ്ട് കഴിപ്പിച്ച് എല്ലാവരുടെയും കമൻസും ക്രിറ്റിസിസവും എടുത്തിട്ട് പിന്നെ എല്ലാം ഒരുവിധം ഓക്കെ എന്ന് കിട്ടുമ്പം
അതാണ് ഫൈനലി മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അന്നേരം നമ്മളൊരു ലോഞ്ച് ചെയ്യും, ആരെങ്കിലും കുറേ പേരെ വിളിക്കും, ഇൻവൈറ്റ് ചെയ്യും, അവരെ കൊണ്ടൊരു ടെസ്റ്റ് റൺ ചെയ്യിപ്പിക്കും. ആൻഡ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ പബ്ലിക് ഓൺലി എ പ്രോഡക്റ്റ് ഇസ് ലോഞ്ച്ഡ്. സോ ദിസ് ഇസ് ഹൗ ഷീ ഹാസ് കം ഇൻ ടു ദ പിക്ചർ. ഇപ്പം ഷീ ഈസ് ഫുൾ ഓൺ ഇൻ ടു ദ പിക്ചർ. സോഷ്യൽ മീഡിയ, ബാക്കി മാർക്കറ്റിംഗ്, ഈ സൈഡ് മുഴുവൻ പുള്ളിക്കാരിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പ്രൊഡക്ഷനും ഷീ ഹെൽപ്സ്. ബാക്കി പാക്കിംഗ്, ഫോർവേഡിങ്, സെൻഡിങ് ഇറ്റ് ഔട്ട്, ലോജിസ്റ്റിക്സ്, ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. സോ ടുഗെദർ വി മേക്ക് എ ഗുഡ് ടീം ആൻഡ് വി റീച്ച് ഔട്ട് ടു ദ കസ്റ്റമേഴ്സ്. നൗ കമ്മിങ് ടു ദ പ്രോഫിറ്റ് പാർട്ട്. ഏതൊരു ബിസിനസ് ചെയ്താലും അതിനൊരു പ്രോഫിറ്റ് വേണം. ശരിയാണ്, പ്രോഫിറ്റ് ഞങ്ങളും എടുക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രോഫിറ്റ് ആൾക്കാരെ അങ്ങ് മടുക്കുന്ന രീതിയിലുള്ളൊരു പ്രോഫിറ്റല്ല നമ്മൾ എടുക്കുന്നത്. കാരണം മാർക്കറ്റിൽ ഒരു സാധനം 70 രൂപയ്ക്കും 80 രൂപയ്ക്കും കിട്ടുന്നുണ്ട്. ഞങ്ങളുടേത് 150 രൂപയാണ്. ബട്ട് ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ദ ടു. ദാറ്റ് ഈസ് മാസ് പ്രൊഡക്ഷൻ, ദിസ് ഇസ് ലിമിറ്റഡ് എഡിഷൻ. അപ്പം പ്രൈസ് വ്യത്യാസമുണ്ട്. ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യുന്നു ബിക്കോസ് ദേ നോ ദ ക്വാളിറ്റി. പലരും ഇവിടെ വന്ന് ഞങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആ ഒരു കൺവിൻസ്ഡ് ആയിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സ്. സോ ദീസ് ആർ റിപ്പീറ്റ് കസ്റ്റമേഴ്സ്. പിന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വേർഡ് ഓഫ് മൗത്തായിട്ട് വേറെ പലർക്ക് പോവും, പല സർക്കിളിലേക്ക് അത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് വരും. പക്ഷേ ഈ പ്രോഫിറ്റ് വരുമ്പം നമുക്കങ്ങനെ ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇപ്പോഴും ഞങ്ങൾ കിട്ടുന്ന പൈസ വി ആർ റീഇൻവെസ്റ്റിംഗ് ഇൻ ടു ദ ബിസിനസ്. കാരണം വി വാണ്ട് ദ ബെസ്റ്റ് ടു ഗോ ഔട്ട് ടു ദ മാർക്കറ്റ്. എടുക്കാൻ ഞങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ചെറിയ ശമ്പളമായിട്ടും ചെറിയ അലവൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ എടുക്കാറുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ we spend a lot on advertising, we spend a lot on marketing because we want more people to use our product because it is good for their health. അപ്പം ഇൻകം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല ഇൻകം ഉണ്ട്. പക്ഷേ അത് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. സോ ഐ തിങ്ക് എനിബഡി ഹു വാണ്ട്സ് ടു ഡു എ ബിസിനസ് സിറ്റിംഗ് ഇൻ ദ കംഫർട്ട്സ് ഓഫ് ദ ഹോം. ഞങ്ങൾക്ക് വേറെ ഫാക്ടറി ആയിട്ടോ ഒന്നുമില്ല, എല്ലാം ഞങ്ങളുടെ വീട്ടിലെ കിച്ചണിൽ നിന്നാണ് ചെയ്യുന്നത്. So you want to make money sitting in the comforts of your home, please get started. Don't think എല്ലാം ഒത്തിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. ചെറിയ രീതിയിൽ തുടങ്ങുക, നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ബുദ്ധിമുട്ട് എന്തോ വരും, എങ്ങനെ അതിനെ നേരിടണം, ഇതെല്ലാം നമ്മൾ പല രീതിയിൽ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് once we are convinced then we take it bigger. So every lady out there, even men, don't hesitate. We all have some talent in us. അത് നമ്മൾ നോക്കുക, മുന്നോട്ട് ഒരു ബിസിനസ്സായിട്ട് തന്നെ നമ്മളതിനെ മുന്നോട്ടെടുക്കാൻ നോക്കണം. And I'm sure we will all be successful because nobody is born with a business or a golden spoon in the mouth. We just work on it, we manifest it and we achieve it. ഞാൻ ജനിച്ചു വളർന്നത് കൽക്കട്ടയിലായിരുന്നു, ഇപ്പോഴത്തെ കൊൽക്കത്ത എന്ന് പറയുന്ന സ്ഥലം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫുഡ് ഇസ് ഓൾവേസ് ടിപ്പിക്കൽ ബംഗാളി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ. കൂടുതലും ആൾക്കാർ സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്, പക്ഷേ അവിടെ നമുക്ക് അത്രയും റെസ്റ്റോറൻറ്റ്സ് ഒന്നും അന്നത്തെ കാലത്തില്ല ഞാൻ ജനിച്ചു വളർന്ന സമയത്ത്. സോ മൈ പ്രോബ്ലം വാസ് ഐ ഹാവ് നോട്ട് പിക്ഡ് അപ്പ് ടു മെനി സൗത്ത് ഇന്ത്യൻ ഡിഷസ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. അമ്മ ഉണ്ടാക്കുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, കഴിച്ചിട്ടുള്ളൂ. പിന്നീട് ഈ ബംഗാളി സ്റ്റൈലിലുള്ളത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളത് ഇതൊക്കെ എൻ്റെ ഇൻ മൈ 25 years ഓഫ് ലിവിങ് ഇൻ കാൽക്കട്ട പിക്കപ്പ് ചെയ്ത കാര്യങ്ങൾ. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ ലൈക്ക് ചോളെ ഭട്ടൂരെ, പൂരി മസാല അല്ലെങ്കിൽ ചന ഭട്ടൂര, ഇങ്ങനെ പല പല സാധനങ്ങളും നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കിട്ടും. ട്രിവാൻഡ്രത്ത് വന്നപ്പം ഫ്ലെയിംസ് തുടങ്ങിയപ്പം ഏറ്റവും വലിയൊരു ചലഞ്ച് വാസ് ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നേച്ച് ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് ടിപ്പിക്കൽ കേരള സ്റ്റൈൽ. കാരണം ഐ തോട്ട് ഓൺലി ദാറ്റ് വിൽ മൂവ്. പക്ഷെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് പലരും വന്നേച്ച് ഓരോന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്, ഇതുണ്ടോ അതുണ്ടോ, ഡു യു ഹാവ് ദിസ് മസാല, ദാറ്റ് മസാല, പനീർ ബട്ടർ മസാല, ബട്ടർ ചിക്കൻ, ഈ മാതിരി ചോദ്യം വന്നപ്പോഴാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ മസാലാസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ബിക്കോസ് വി റിയലൈസ്ഡ് ദർ ഈസ് എ മാർക്കറ്റ് ഫോർ നോർത്ത് ഇന്ത്യൻ പ്രോഡക്ട്സ് ഓൾസോ ആൻഡ് ദാറ്റ് ഈസ് സംതിങ് വി ഹാവ് ടു പ്രൊവൈഡ്. ബിക്കോസ് എല്ലാ ബ്രാൻഡ്സിലൊന്നും ഇതൊന്നും കിട്ടത്തില്ല, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ. ഔട്ട്സൈഡ് യു വിൽ ഗെറ്റ് ഇതിനെല്ലാം ഉള്ള മസാല വെളിയിലൊക്കെ കിട്ടും, പക്ഷേ കേരളത്തിൽ ഇത് അധികം പ്രിവലൻ്റ് അല്ല. ദാറ്റ്സ് വെയർ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ തിങ്സ് ലൈക്ക് കാബൂളി ചന, പനീർ ബട്ടർ മസാല, ചിക്കൻ ബട്ടർ മസാല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ടോട്ടലി നമുക്കൊരു 22 odd മസാലാസ് ഉണ്ട്.
ഇതിൽ 2 മസാല എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി മെയ്ഡ് ബൈ മൈ ഡോട്ടർ. അവളൊരു ചായയുടെ ആളാണ്. സോ ഷീ ഹാസ് മെയ്ഡ് മസാല ചായ് ആൻഡ് കാർഡമം ചായ്. അപ്പം നമുക്ക് ചായ ഇടണമെങ്കിൽ സാധാരണ കുറേ കാർഡമം, ഇഞ്ചി ഇതൊക്കെ നമ്മൾ ചതച്ചാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതൊന്നും മെനക്കെടണ്ട. ചായ ഇവിടെ ഇടുക, ഇതിൻ്റെ ഒരു നുള്ളിടുക, 1 കപ്പിന് 1 നുള്ളു പൊടി, എന്നിട്ട് പഞ്ചസാരയോ പാലോ, ഇത് കട്ടൻ ചായ ആയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ പാൽ ചായ ആയിട്ട് കുടിക്കാം, വിത്തായിട്ട് കുടിക്കാം, വിത്തൗട്ടായിട്ട് കുടിക്കാം. ജസ്റ്റ് 1 pinch of our masala. So this is something we have introduced specially for the North Indian people. ഇപ്പോൾ പക്ഷേ ഇത് മാക്സിമം ഞങ്ങളുടെ ഇത് മേടിക്കുന്ന കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ, കാരണം അവർക്കും ഇത് ഇഷ്ടമാണ്. ബട്ട് ദേ വർ ടേക്കിംഗ് ദ ട്രബിൾ ഓഫ് മേക്കിംഗ് ഇറ്റ് അറ്റ് ഹോം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്നുകൊണ്ട്, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ജനിച്ച് വളർന്നുകൊണ്ട്, അങ്ങനെ കുറേ ഇൻട്രൊഡക്ഷൻസ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ റെസിപ്പീസും ഞങ്ങളുടെ മസാലയ്ക്കകത്തും. നമ്മളിപ്പം ഫ്ലെയിംസ് ആൻഡ് ടേസ്റ്റ് ഓഫ് ഹോം ഗൂഗിൾ ചെയ്താൽ ഞങ്ങളുടെ പേര് കാണും, ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്. ഒക്കെ കേൾക്കുമ്പം എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കാര്യം, ഇതൊരു വലിയൊരു സ്ഥാപനമായിരിക്കും. പക്ഷേ നോ, ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് പ്രോജക്റ്റ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. സ്റ്റാഫ് എന്ന് പറയാൻ ഇതിൻ്റെ ഓണേഴ്സും പാർട്ട്നേഴ്സും തന്നെയാണ് ഇതിൻ്റെ സ്റ്റാഫ്. ദർ ഇസ് നോ ഔട്ട്സൈഡ് ഹെൽപ്പ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുണ്ട്, അവൻ അത്യാവശ്യം കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. എന്ന് പറഞ്ഞപ്പം മുളക് കഴുകി, ഐ കനോട്ട് ക്യാരി ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഔട്ട്സൈഡ്. അപ്പം പയ്യൻ അത് ഹെൽപ്പ് ചെയ്യും, പുറത്തിടും, വെയിലത്തുണക്കി കഴിയുമ്പോൾ അത് തിരിച്ചെടുക്കും, പിറ്റേ ദിവസം വീണ്ടും ഇടും. സോ അങ്ങനത്തെ ഹെൽപ്പുകൾ ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ തേങ്ങ തിരുമണം. കാരണം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പണ്ട് ഉള്ളായിരുന്ന നല്ല ടേസ്റ്റി ഫുഡ് ഇപ്പം ആരും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഒത്തിരി തേങ്ങ വേണം. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ആ തേങ്ങ ഞങ്ങളെക്കൊണ്ട് അത്രയും തിരുമ്മാൻ പറ്റത്തില്ല, അത് പയ്യൻ തിരുമ്മിത്തരും. ഇപ്പം ഇങ്ങനെയൊക്കെ. പിന്നെ ലൈക്ക് ചക്ക വഴറ്റിയത്, ഇത്രയും ചക്ക പൊളിക്കണം, ചക്ക അതിനെ അടുപ്പിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇതിനൊക്കെ ഹെൽപ്പ് വേണം. അതൊക്കെ ആ കൊച്ചൻ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ മൊത്തം ചെയ്യുന്നത് മോളും ഞാനുമാണ്. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന അതേ ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ചോദിച്ചാൽ ഇന്ന് തരാൻ പറ്റാത്തത്. നോട്ട് ദാറ്റ് വി ആർ ട്രൈങ് ടു പുട്ട് അപ്പ് സം സോർട്ട് ഓഫ് ദിസ് തിങ്, ഒരുപാട് ബിസിനസ് ഉണ്ടെന്ന് കാണിക്കാനല്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ചെയ്യണം. ചെയ്യേണ്ടത് മുഴുവൻ ഈ 2 പേര് ചേർന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഡ്രോബാക്ക് എന്ന് വേണേൽ പറയാം. ചോദിച്ചാൽ ഉടനെ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് ഇൻ യുവർ ഇൻട്രസ്റ്റ്. കാരണം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുന്നതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇത് വന്നിട്ട് തീയൽ, ഇറ്റ്സ് എ വെരി നൈസ് കൂട്ടാൻ, ഇറ്റ്സ് എ കേരള കൂട്ടാൻ. പക്ഷെങ്കിൽ ഇത് എത്ര പേർക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ അറിയാം? പഴയ അമ്മച്ചിമാരും അമ്മമാരും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ ഒരുപാട് തീയൽ കൂട്ടിയിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇന്നിപ്പം തേങ്ങ പൊതിക്കണം, തിരുമണം, അതിനെ വറക്കണം, പിന്നെയും പൊടിക്കണം, പിന്നെ അതും കൊണ്ട് കറി ഉണ്ടാക്കണം. ഇത് ചില്ലറ പണിയല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ തേങ്ങ പൊതിക്കുന്നു, നമ്മൾ തിരുമുന്നു, നമ്മൾ വറക്കുന്നു, അതിനെ പാക്കറ്റിലാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചേരേണ്ട എല്ലാ കാര്യവും പുളി തൊട്ട് മുളക് തൊട്ട് എല്ലാം അതിൽ ചേർത്ത് അരച്ച അങ്ങോട്ട് തരുന്നത്. ജസ്റ്റ് എ പൗഡർ ഫോം. നിങ്ങൾക്ക് കറി വെക്കണമെങ്കിൽ നിങ്ങൾ ഈ ചെറിയ ഉള്ളി തീയല വെക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ചെമ്മീൻ തീയല വെക്കുന്നെങ്കിൽ ആ ചെമ്മീൻ വഴറ്റുക, ഉള്ളിയും കടുകും കരിയാപ്പിലയും ഇട്ട്. ഈ പൊടി, ഞങ്ങളുടെ പൊടി മാത്രം ഒരു ബൗളിലോട്ട് എടുത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കലക്കിയിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ച് ചെമ്മീൻ വെന്ത് കഴിയുമ്പം കറി റെഡി. എന്നിട്ട് ജസ്റ്റ് മേളിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ എത്ര മിനിറ്റ് എടുക്കും? നിങ്ങൾക്കൊരു 15 മിനിറ്റ്, കൂടി വന്ന 20 മിനിറ്റ്. ആ ചെമ്മീൻ വേവുന്ന നേരം, അല്ലെ പാവയ്ക്ക വേവുന്ന നേരം, ചെറിയുള്ളി വേവുന്ന നേരം. സോ കറി ഈസ് ഈസിലി മെയ്ഡ്. പിന്നെ ചക്ക വിളയിച്ചത് കിട്ടാനേ ഇല്ല, മാർക്കറ്റിൽ പോലും നമുക്ക് കിട്ടത്തില്ല. ഈ പറഞ്ഞ തീയൽ കൂട്ടും എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിൽ ഒരു കടയിലും കിട്ടുമെന്ന്. അതും നമ്മൾ അവൈലബിളാക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി, ഈ പറഞ്ഞ തേങ്ങയുടെ പ്രോസസ്സ് തന്നെ, തിരുമുക, പൊതിക്കുക എല്ലാം ചെയ്യണം. അതും നമ്മൾ പാക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ ഒരു ബാച്ചിലറായിട്ട് താമസിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു അഡീഷണൽ കൂട്ടാൻ വേണം, എന്തെങ്കിലും ഒരു രുചിയായിട്ട് വേണം ഹോസ്റ്റലിലെ ഫുഡ് അല്ലാതെ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി ഒരു ബോട്ടിലിട്ട് അവർ വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ അവർക്ക് എന്നും അവരുടെ ഊണിൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ടിഫിൻ കൊണ്ടുപോകണം, അതിലും കുറച്ച് ഇതിട്ട് കൊണ്ടുപോകാം. സോ വി ആർ മേക്കിംഗ് തിങ്സ് ആൻഡ് ലൈഫ് ഈസി ഫോർ all category of people.
പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കരിനെല്ലിക്ക. അതൊരു പഴയ രീതി ഓഫ് മേക്കിംഗ് നെല്ലിക്ക പിക്കിൾ. എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ഗസ് ചെയ്തത് ഈ കരിനെല്ലിക്ക എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ഒരുപാട് ഉള്ള ഒരു സീസണിൽ നഷ്ടപ്പെടുത്താതിരിക്കാൻ മിക്കവാറും പഴയ ആൾക്കാർ അതിനെ പ്രിസർവ് ചെയ്യാൻ ചെയ്ത ഒരു രീതി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപ്പുമാങ്ങ, മാങ്ങയുടെ സീസണിൽ മാങ്ങ ഉപ്പുമാങ്ങ ആക്കി വെക്കും, ആണ്ട് മുഴുവൻ മാങ്ങ പിക്കിളിടാൻ, അല്ലെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ. അതുപോലെ തന്നെ നെല്ലിക്ക പ്രിസർവ് ചെയ്തതാണെന്ന് എൻ്റെ വിശ്വാസം. ഐ ഹാവ് നോട്ട് റെഡ് അബൌട്ട് ഇറ്റ് എനിവേ, ബട്ട് ഐ എം ജസ്റ്റ് തിങ്കിങ്. കരിനെല്ലിക്ക എന്തുവാ, അതൊരു മൺചട്ടിയിൽ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കുറേ സ്പൈസസിൻ്റെ കൂടെ നെല്ലിക്കയും കൂടെ ഇട്ട് അതിനെ വാഴയില വെച്ച് അടച്ച് എന്നും അതിനെ ഒരു 45 മിനിറ്റ് തിളപ്പിക്കണം. ഈ തിളപ്പിച്ച് 10, 15, 20 ദിവസം തിളപ്പിച്ച് കഴിയുമ്പം പച്ച നെല്ലിക്ക മുഴുവൻ കറുത്തിരിക്കും. ആ കറുപ്പാവുന്നതുകൊണ്ടാണ് അതിന് കരി നെല്ലിക്ക എന്ന് പേര് വന്നേക്കുന്നത്. ഈ കരിനെല്ലിക്ക നമ്മൾ അങ്ങനെ എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് വേണ്ടിയിപ്പം കുറേശ്ശെ എടുത്ത് നമുക്ക് പിക്കിളാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മൊത്തത്തിൽ ഒരു പിക്കിളിട്ട് വെച്ചാലും ഒരു 6 മാസം 8 മാസം ഒരു കേടും വരാതെ അവിടെ ഇരുന്നോളും. അത് സാധാരണ പിക്കിൾ, ഇതിന് പ്രിസർവേറ്റീവ് ഇല്ല. പക്ഷേങ്കിൽ ഈ തിളപ്പിച്ച് ഈ മോയ്സ്ചർ മുഴുവൻ നമ്മൾ ഫിനിഷ് ആക്കുന്നുണ്ട് അത് ലാസ്റ്റ് ചെയ്യുന്ന ഇത്രയും ദിവസം. നേരെ മറിച്ച് നമ്മളൊരു കടുമാങ്ങ ഇട്ടു അല്ലെങ്കിൽ ഒരു നാരങ്ങ പിക്കിളിട്ട് പ്രിസർവേറ്റീവ് ഇല്ലാതെ ഒന്ന് വെളിയിൽ വെച്ച് വയ്ക്കുക, അത് അപ്പം അത് പൂക്കും. 2 ദിവസത്തിനകം അത് പൂക്കാൻ തുടങ്ങും. നേരെ മറിച്ച് ഇത് പൂക്കത്തില്ല, കാരണം അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ പഴമയുള്ള ഡിഷസ്, അവൽ വിളയിച്ചത് ആർക്ക് ഇപ്പോൾ വീട്ടിൽ കിട്ടും? ഹൗ മെനി പീപ്പിൾ ആർ മേക്കിംഗ് ഇറ്റ്, ഹൗ മെനി പീപ്പിൾ നോ ടു മേക്ക് ഇറ്റ്? അതുമൊക്കെ നമ്മൾ വി ആർ മേക്കിംഗ് ഇറ്റ് അവൈലബിൾ ഫോർ ദ പീപ്പിൾ അറൗണ്ട് അസ്. എല്ലാവർക്കും ഒരു ഉപയോഗത്തിന്, ഒരു ടേസ്റ്റ്, നമ്മുടെ ഗുഡ് ഫുഡ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ ഇപ്പം ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫിനിഷ് ഫ്രം ദ മാർക്കറ്റ്. കാരണം ഇതൊന്നും കടയിൽ കിട്ടുന്ന സാധനങ്ങളല്ല, ബട്ട് പീപ്പിൾ ആർ എൻജോയിങ് ഇറ്റ്. അത് നമ്മൾ വി ആർ മേക്കിംഗ് ഇറ്റ് അവൈലബിൾ ഫോർ ദ പീപ്പിൾ.